അപ്പോൾ നമുക്ക് ഇന്ന് പത്രവാർത്തകൾ പറഞ്ഞു തരാൻ ലിജോ വർഗീസാണുള്ളത്. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു അല്പം മുമ്പ് പറഞ്ഞ വാർത്തകൾ തന്നെ, അതായത് യുദ്ധം എങ്ങനെയാണ് ഓരോ രാജ്യങ്ങളെയും ബാധിക്കുക എന്നുള്ളതാണ്. അത് നമ്മളെ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ അതെത്തി എന്നുള്ളതാണ്. യുദ്ധത്തിൻ്റെ ഇമ്പാക്റ്റ് എവിടെയാണ് എത്തി എന്നുള്ളതാണ് പ്രധാന പത്രങ്ങളെല്ലാം ഇന്ന് ഹെഡ്ലൈനാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് മാതൃഭൂമി നോക്കുകയാണെങ്കിൽ മാതൃഭൂമിയുടെ ഇന്നത്തെ ഹെഡ്ലൈൻ തന്നെ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ ഹെഡ്ലൈൻ യുദ്ധം അടുക്കളയിലേക്ക് എന്നാണ്. സംസ്ഥാനത്ത് പാചകവാതക വിതരണം സ്തംഭനത്തിലേക്ക്, ഗാർഹിക സിലിണ്ടറുകൾക്കും നിയന്ത്രണം, എണ്ണവില താഴ്ന്നു $90. അതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ലഭ്യത ഉറപ്പാക്കണമെന്ന് കേന്ദ്രം, അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിട്ടുണ്ട്. എസ്മ അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നു. കടുത്ത നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നു എന്നുള്ള വാർത്ത അല്പം മുമ്പ് ശരത്ലാൽ ന്യൂസ് മലയാളത്തെ ശരത്ലാൽ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ ആണ് എന്ന് എല്ലാ പത്രങ്ങളും ഹെഡ്ലൈനാക്കുന്നത്. അതിൽ മാതൃഭൂമിയുടെ വാർത്ത അങ്ങനെയാണ്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദിയിൽ ഗ്യാസ് ഔട്ട് എന്നാണ് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. പാചകവാതക ക്ഷാമം രൂക്ഷമാക്കി പശ്ചിമേഷ്യൻ യുദ്ധം, ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും പൂട്ടുന്നു, വാണിജ്യ മേഖലകളിലേക്കുള്ള LPG വിതരണം നിർത്തി, വിതരണ തടസ്സം പരിഹരിക്കാൻ നിർദ്ദേശം. പക്ഷേ അത് മറ്റൊരു തലത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു കാർട്ടൂണൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് പത്രത്തിൽ കാണാൻ കഴിയും. കേരള കൗമുദി അങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മളെ ബാധിക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്തെ ബാധിക്കുന്ന, നമ്മൾ മനുഷ്യർ ഓരോരുത്തരെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ. അതാണെങ്കിൽ യുദ്ധം എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് സംബന്ധിച്ചാണ് മാധ്യമം ഇന്ന് ഒന്നാം പേജിൽ പ്രധാന തലക്കെട്ടാക്കിയിരിക്കുന്നത്. യുദ്ധം നിർത്താൻ ട്രംപ് എന്നാണ് അത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചിരിക്കുന്നു. പുടിൻ വഴി ചർച്ചയ്ക്ക് ശ്രമം എന്നുള്ള കാര്യം കൂടി അതിൽ പറയുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം 11 നാൾ പിന്നിട്ടപ്പോൾ ഇതാദ്യമായി വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾ. ഫെബ്രുവരി 28 ഇറാനിൽ ആക്രമണം നടത്തി യുദ്ധത്തിന് തുടക്കമിട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്ന് CBS ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിൽ പ്രഖ്യാപിച്ചത് എന്നുള്ള കാര്യമാണ് മാധ്യമം ഇന്ന് ഒന്നാം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. സിറാജ് പറയുന്നത് ആക്രമണം കടുപ്പിച്ച് ഇറാൻ, വെടിനിർത്തലിനില്ല എന്നാണ്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കി ഗൾഫ് രാജ്യങ്ങൾ, ചർച്ചയാകാമെന്ന് ട്രംപ്. അമേരിക്കയുമായുള്ള ചർച്ച ഇറാന്റെ പരിഗണനയിൽ ഇല്ലെന്ന് അറാഗ്ചി. ഇറാൻ തളർന്നെന്ന് നെതന്യാഹു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് സിറാജ് ഇന്ന് ഒന്നാമത്തെ പേജിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി മറ്റു വാർത്തകളിലേക്ക് വന്നാൽ ദേശാഭിമാനി ഇന്ന് അവരുടെ ഒന്നാം പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ കൊടുത്തിരിക്കുന്നത് തലക്കടിയേറ്റ് പ്രതിപക്ഷം എന്നാണ്. DA സന്ദേശം സദ്ഭരണത്തിൻ്റെ ഭാഗമെന്ന് ഹൈക്കോടതി. ഹർജി തള്ളി, സർക്കാരിൻ്റെ വാദം ശരിവെച്ചു. വിവരച്ചോർച്ച എന്ന പ്രതിപക്ഷ ആരോപണം തള്ളി. ഇത്രയും തിരിച്ചടി കിട്ടിയ പ്രതിപക്ഷം ചരിത്രത്തിലില്ലെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞ കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് തലക്കടിയേറ്റ് പ്രതിപക്ഷം എന്ന ഹെഡ്ലൈനോടുകൂടി ദേശാഭിമാനി ഇന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുക സുപ്രഭാതം പത്രത്തിലെ 2 മാപ്പ് വാർത്തകളാണ്. അതിലാദ്യത്തേത് പരസ്യമായി NCERT മാപ്പ് എന്നാണ്. പുസ്തകം വിപണിയിൽ നിന്ന് പിൻവലിച്ചു. 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ ജുഡീഷ്യറിയിൽ അഴിമതി ആരോപിച്ചുള്ള ഭാഗം ഉൾപ്പെടുത്തിയ സംഭവത്തിൽ NCERT പരസ്യമായി ക്ഷമാപണം നടത്തി എന്നുള്ള വാർത്തയാണ് ഒരു മാപ്പ്. രണ്ടാമത്തത് രഹസ്യമായി ഭാര്യയോട് മന്ത്രി എന്നാണ്. ഒരു പരസ്യമാപ്പും ഒരു രഹസ്യമാപ്പുമാണ്. രഹസ്യമായി ഭാര്യയോട് മന്ത്രി. തലയൂരി ഗണേഷ് രാജിവെക്കില്ല. ഭാര്യയോട് മാപ്പ് പറഞ്ഞ് പ്രശ്നത്തിൽ നിന്ന് തലയൂരി മന്ത്രി ഗണേഷ് കുമാർ എന്ന വാർത്തയും സുപ്രഭാതം ഒന്നാമത്തെ പേജിൽ ഇന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ജനയുഗത്തിൽ അത് അവരുടെ ഒരു എഡിറ്റോറിയൽ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ അതിൻ്റെ പൊളിറ്റിക്സ് എന്ന നിലയ്ക്ക് തന്നെയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നതിനപ്പുറം അതിനുശേഷം നിർമ്മാർജ്ജനാനന്തരം കേവല ദാരിദ്ര്യമുക്തി മാർഗരേഖ അംഗീകരിച്ചു. നിർവഹണത്തിന് സംസ്ഥാന ജില്ലാതല സെല്ലുകൾ സുസ്ഥിര അതിജീവനം ഉറപ്പാക്കും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ശേഷം പദ്ധതിയുടെ വിശദമായ മാർഗരേഖ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. നവംബർ 1 ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപന വേളയിലാണ് EPEP 2.0 പ്രഖ്യാപിച്ചിരുന്നത്. അതിദരിദ്രർക്ക് തൊട്ടു മുകളിൽ വരുന്ന വിഭാഗത്തെ കേവല ദാരിദ്ര്യത്തിൽ നിന്നും പിടിച്ചു കയറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നാണ് ജനയുഗം പത്രത്തിലെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതിനുശേഷം മാധ്യമപത്രത്തിലേക്ക് വരികയാണെങ്കിൽ മാധ്യമപത്രത്തിൽ വേറൊരു രാഷ്ട്രീയ വാർത്തയുണ്ട്. അത് G. സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കും എന്നുള്ള വാർത്തയാണ്. നിർണായക പ്രഖ്യാപനം നാളെ. പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ G. സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കും എന്നുള്ള വാർത്ത മാധ്യമം ഒന്നാം പേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വാർത്തയോട് ചേർത്ത് വെച്ചൊരു വാർത്ത ഇന്ന് മനോരമയുടെ 9ാം പേജിലുണ്ട്. അതിങ്ങനെയാണ്: G. സുധാകരനെ കാത്ത് കോൺഗ്രസ്.
ഡൽഹി ചർച്ച അമ്പലപ്പുഴ ഒഴിച്ചിട്ട് എന്നാണ്. 50 പേരുകൾ ഇന്ന് സീസ് കൈമാറും എന്നുള്ള വാർത്തകളൊക്കെ അതിൻ്റെ കൂടെയുണ്ട്. അപ്പോഴും ജി സുധാകരനെ കാത്താണ് കോൺഗ്രസ് ഇരിക്കുന്നത് എന്നുള്ള വാർത്തയുടെ ഒരു ചിത്രം കൂടി വെച്ചിട്ടുണ്ട്. കസേരയിട്ട് കാത്തിരിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി ഡൽഹിയിലെത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനായി കസേര നീക്കിയിടുന്നു എന്ന ഒരു ചിത്രം കൂടി അതിനുണ്ട്. മനോരമ പക്ഷേ ഇതിനെ മറ്റൊരു തരത്തിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നതെന്നും രസകരമാണ്. ഇതേ ഫോട്ടോയ്ക്ക് മനോരമയുടെ അടിക്കുറിപ്പ് കസേര പൂട്ട് എന്നാണ്. ഡൽഹിയിലെ കേരള ഹൗസിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി എത്തിയ കോൺഗ്രസ് നേതാക്കൾക്കായി കസേരകൾക്കിടയിൽ കുടുങ്ങിപ്പോയ രമേശ് ചെന്നിത്തലയെ പുറത്തു കടക്കാൻ സഹായിക്കുന്ന വി ഡി സതീശൻ എന്നുള്ള ഫോട്ടോ. ഒരേ ഫോട്ടോയ്ക്ക് 2 തരം അടിക്കുറിപ്പ്, 2 വ്യാഖ്യാനങ്ങൾ എന്ന തരത്തിൽ വേണമെങ്കിൽ നമുക്കത് പറയാം. അത് നമുക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ രാഹുലാർ പട്ടമാണ് മനോരമയ്ക്ക് വേണ്ടി ആ ചിത്രം എടുത്തിരിക്കുന്നത്. നമ്മൾ സാബു ചേട്ടൻ എന്ന് വിളിക്കുന്ന സ്കറിയാച്ചൻ എന്ന് വിളിക്കുന്ന സാബു സ്കറിയാച്ചനാണ് മാതൃഭൂമിക്ക് വേണ്ടി ആ ഫോട്ടോ എടുത്തിരിക്കുന്നത്. എനിക്ക് വ്യക്തിപരമായി കൂടി നമുക്കറിയാവുന്ന ആളുകൾ എന്ന നിലയ്ക്ക് അതുകൂടി പറയുകയാണ്. മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ എഡിറ്റോറിയൽ കൂടി വായിച്ച് അവസാനിപ്പിക്കാം. അത് ഇങ്ങനെയാണ്: വയോധികർ മാറി നിൽക്കട്ടെ എന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു എഡിറ്റോറിയൽ. യുവജനങ്ങളുടെ വൻ നിര നാനാവിധ സിദ്ധികളുമായി കളം നിറഞ്ഞു നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി മാറി നിൽക്കാനുള്ള സന്മനസ് എന്തുകൊണ്ട് നമ്മുടെ വന്ധ്യ വയോധികർക്ക് ഇല്ലാതെ പോകുന്നുവെന്ന് ചിന്തിക്കാതിരിക്കാനാവില്ല എന്നുള്ളതാണ്. കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് താൻ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് 110% ഉറപ്പാണെന്ന് പ്രഖ്യാപിക്കുന്നു 4 തവണ MLA-യും 1 തവണ മന്ത്രിയും 3-ാം പക്കവും ലോക്സഭാ അംഗവുമായ K സുധാകരൻ. പ്രഖ്യാപനത്തിൽ ക്ഷുഭിതനായ KPCC പ്രസിഡന്റ് ആരും സ്വയം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതും അതൊക്കെ പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടതെന്നും പ്രതികരിച്ചിരിക്കുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും മന്ത്രിയും ഒക്കെയായ AK ശശീന്ദ്രൻ, അതായത് 7 തവണ MLA അതോടൊപ്പം 2 തവണ മന്ത്രിയുമായ AK ശശീന്ദ്രൻ അനാരോഗ്യം കൂടി കണക്കിലെടുത്തും ഇത്തവണ മറ്റൊരാൾക്ക് വേണ്ടി മാറി നിൽക്കണമെന്ന NCP പ്രസിഡന്റിന്റെ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകും. അങ്ങനെ 18 വയസ്സ് കഴിഞ്ഞ് വോട്ടവകാശമുള്ള എല്ലാവർക്കും അതിനുവേണ്ടി കാത്തിരിക്കുകയും പുതിയ തലമുറ വരുമ്പോഴും അവർക്കൊന്നും മാറിക്കൊടുക്കാൻ തയ്യാറാകാതെ, അനാരോഗ്യം ഉണ്ടായിട്ട് പോലും മാറിക്കൊടുക്കാൻ തയ്യാറാകാത്ത മുതിർന്ന നേതാക്കളെ വിമർശിച്ചുകൊണ്ടാണ് മാധ്യമത്തിൻ്റെ ഇന്നത്തെ എഡിറ്റോറിയൽ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അതിന് വലിയ പ്രസക്തി ഉണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രസ് സ്റ്റോപ്പ് അവസാനിപ്പിക്കുകയാണ്. സേതുലക്ഷ്മിയിലേക്ക്.